ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു അവിയൽ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നത്. ചേന നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങക്കായ്, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വാഴയ്ക്ക. നമുക്കിതിലോട്ട് ബീൻസോ കൊത്തമരോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള തൈര്, പിന്നെ മെയിനായിട്ട് വേണ്ട നമുക്ക് അരപ്പാണ്. അതേപോലെ തന്നെ കറിവേപ്പില, അല്പം ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, സാൾട്ട്, അല്പം ചില്ലി പൗഡർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അവിയൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിയലിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 2 മീഡിയം സൈസ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഒരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കണേ. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന സമയത്ത് വെജിറ്റബിൾ പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നമുക്കതിലോട്ട് ആദ്യം തന്നെ ഞാൻ ചേനയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് ക്യാരറ്റ്, അതേപോലെ നമ്മുടെ വെജിറ്റബിൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ വെജിറ്റബിളും ഒരു 100 ഗ്രാം വെച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചേന, ക്യാരറ്റ്, നമ്മുടെ പച്ചക്കായ്, അതേപോലെ ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, മുരിങ്ങക്കായ. നമുക്കിതിലോട്ട് പയർ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഞാൻ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ അവിയലിന് നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് കനം കുറയാനും പാടില്ല, ഒരുപാട് കനം കൂടാനും പാടില്ല. ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ അതിലോട്ട് അല്പം ഇഞ്ചിയും അതേപോലെ തന്നെ 2 പച്ചമുളകും സെൻറ്റർ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വെജിറ്റബിളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടരുത്. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എരിവിനനുസരിച്ച് നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേപോലെ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിളിലൊന്നും ഉപ്പിട്ട് പിടിക്കില്ല. ഇനി നമുക്ക് അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിളിൽ ഓൾറെഡി വെള്ളമുണ്ട്. അത് കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഒരു വാഴയില വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മൾ വാഴയില വയ്ക്കുന്ന സമയത്ത് അവിയലിനൊരു നല്ലൊരു മണമൊക്കെ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മേലിലൊരു കവർ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യാം. നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിളിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ സഹായിക്കും. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുമ്പോൾ വെജിറ്റബിൾ നന്നായിട്ട് കുക്കായി കിട്ടും. വെള്ളമൊന്നും നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതേപോലെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾ ഒന്ന് കുക്കായോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു 10 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിളിൽ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അവിയലിൻ്റെ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ഒരുപാട് കുക്കാക്കരുത്. ഒരു ഹാഫ് കുക്ക് ആവണ സമയത്ത് വേണം നമ്മൾ അരപ്പ് തയ്യാറാക്കിയത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊന്നും ഉടയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിയൽ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് വെജിറ്റബിളൊന്നും അധികം ഉടഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇളക്കുന്ന സമയത്ത് പതുക്കെ ഇളക്കി കൊടുക്കണം. അതേപോലെ അരപ്പിടുന്ന സമയത്ത്
നമ്മൾ ഒരു ഹാഫ് കുക്ക് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കുക. നമുക്ക് അവിയലിനെ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലി അല്പം കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല, ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ലാസ്റ്റ് അല്പം കറിവേപ്പിലയും അതേപോലെ തന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1-2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നേരെ സെർവ് ചെയ്യാവുന്നതാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കണ അതേ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.